അതിനുശേഷമാണ് ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് തീരുമാനിച്ചതിന്റെ ഒരു 2 ദിവസം മുമ്പാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള യമനി പണ്ഡിതൻ, സൂഫി പണ്ഡിതൻ ഉമർ ഹഫീദ് എന്ന് അറിയപ്പെടുന്ന ഹബീബ് ഉമർ എന്ന പണ്ഡിതൻ ഇടപെടുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ ഈ ഗോത്രത്തിലേക്ക് അയച്ചുകൊണ്ട് അവരെ ചർച്ചയ്ക്ക് ഇരുത്താനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ച. ആദ്യഘട്ട ചർച്ചകളിലൊക്കെ ശേഷവും വളരെ ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, മാപ്പ് കൊടുക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നത്. അങ്ങനെ അത് ഒരുപക്ഷെ അതിങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. അതേസമയം ആ ചർച്ചയിൽ നിന്ന് മധ്യസ്ഥംഘം ഒരു ഘട്ടത്തിലും പിന്മാറിയിരുന്നില്ല, വീണ്ടും ചർച്ചകൾ നടത്തി. ഈ നമുക്ക് ഇന്ന് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് യമനിലെ സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത സൻആയിൽ, യമനിയുടെ തലസ്ഥാനിൽ ആദ്യഘട്ടത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഈ തലാൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട തലാലിന്റെ നാട്ടിൽ വെച്ചായിരുന്നു. അവിടുന്ന് ക്യാപിറ്റലിലേക്ക് സന്നയിലേക്ക് വരികയും സന്നയിലേക്ക് ഗവൺമെന്റ് പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്ന ചർച്ച എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെയും പ്രതിനിധികൾ കൂടി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അവിടെ ആ ഒരു ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ഒരു ധാരണയായെന്നുള്ള വിവരം മധ്യസ്ഥർ നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് വധശിക്ഷ റദ്ദായിക്കുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതേസമയം നിലവിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ വേറൊന്നിലോ മാപ്പ് നൽകിയെന്ന കാര്യം പറയുന്നില്ല. അതേസമയം ഞങ്ങൾ ഇനിയും ഇക്കാര്യത്തിൽ വ്യക്തമാക്കാം, പറയേണ്ടതിനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു ഹാഷ്ടാഗ്, അതായത് ട്വിറ്ററിലും മറ്റുമൊക്കെ ഒരു ജസ്റ്റിസ് ഫോർ തലാൽ അവർ ഡിമാൻഡ് ഈസ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഓഫ് കിയാസ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കുക എന്നതാണ് വേണ്ടത് എന്ന രീതിയിലേക്ക്, തലാലിന്റെ നീതിക്ക് വേണ്ടി വധശിക്ഷ നടപ്പാക്കുക എന്ന രീതിയിൽ പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട്. അത്തരം ചില സാധനങ്ങൾ കൂടി നമുക്ക് യമനിൽ നിന്നുള്ള വരുന്നുണ്ട്. അതായത് ആ മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായ വികാരം അവിടെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചർച്ചയിൽ പങ്കെടുത്ത ആളിനെ സംബന്ധിച്ചോളം ഇക്കാര്യത്തിൽ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ഗോത്രത്തെയൊക്കെ ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ അവർ പരസ്യമായി ഇക്കാര്യത്തിൽ അംഗീകരിക്കുക. നമ്മൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇനി അവരെ അത് കോടതിയിലേക്ക് ആ രേഖ എത്തുന്നവരെ നമുക്ക് പൂർണ്ണമായി നമുക്കതിൽ ഒരു സമാധാനം കൈക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം ഒരു പൊതുവെ അങ്ങനെ അറിയപ്പെടാതെ പോയ ഒരു കൊലപാതകമല്ല, യമനിൽ പരക്കെ അറിയപ്പെടുകയും മാധ്യമ ചർച്ചകൾ രൂപപ്പെടുകയും വലിയ പ്രമാദമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ കേസിലെ ഒരു പ്രതി, പ്രത്യേകിച്ച് വിദേശിയായ ഒരു പൗരന്, വിദേശിയായ ഒരു ആളിന് ഒരു മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് അവിടുത്തെ രീതിയിൽ പൊതുവെ ആൾക്കാർ അംഗീകരിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരായ പ്രതിഷേധം ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഘട്ടത്തിലാണ് ഈ മധ്യസ്ഥ ചർച്ചകളിലേക്ക് പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം വളരെ നന്നായി ഇടപെടൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഈ ഉമർ ഹഫീദ് എന്ന് പറയുന്ന യമനി സൂഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ആ കുടുംബത്തെ ചർച്ചകളുടെ മേശയിലേക്ക് ഇരുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അത് അവിടെ നിന്ന് അങ്ങോട്ട് അതാണ് ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് ചില ആശങ്കകൾ കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത ബന്ധു അംഗീകരിച്ചാൽ പോലും ഒരുപക്ഷെ ഉമ്മ, ഉപ്പ, സഹോദരങ്ങൾ എന്നിവർക്കാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അധികാരം ഉണ്ടാകുന്നത്. അവരിൽ ആരെങ്കിലും ഒരാൾ വിയോജിച്ചാൽ ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വധശിക്ഷയിൽ ഒരാൾ വിയോജിച്ചാൽ തന്നെ ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇക്കാര്യത്തിലൊരു ഒരു ആശങ്കയുടെ വശമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവായ ഒരു വശം കൂടി അക്കാര്യത്തിലുണ്ട്. അതായത് സഹോദരൻ വളരെ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഇവിടെ വിജയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അദ്ദേഹം ഫേസ്ബുക്കിൽ ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ചർച്ചകളുടെ പുരോഗതിയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകൾ ഈ ഫേസ്ബുക്കിലൂടെ തന്നെ അബ്ദുൽ ഫത്താഹ് അൽ മഹദി എന്ന് പറയുന്ന ഈ തലാലിന്റെ സഹോദരൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം അത് പൂർണ്ണമായി അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് പറയാതെ, അദ്ദേഹം തന്നെ പറയുന്ന പോലെ കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട് എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് മധ്യസ്ഥരിന് ലഭിക്കുന്ന വിവരപ്രകാരം മാപ്പ് നൽകുന്നതിൽ കുടുംബം ധാരണയെത്തി ചർച്ചയിൽ പങ്കെടുത്ത സഹോദരൻ ധാരണയിലെത്തി. അത് കാര്യം ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് തന്നെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി അത് റെക്കോർഡിക്കലാക്കണം, രേഖാപരമാക്കണം, കോടതിയിലെത്തണം, കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇതുവരെ ഉണ്ടാകുന്നതിൽ ഏറ്റവും പുരോഗതിയുള്ള, ഏറ്റവും നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ്, ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.